സിറാജ് പത്രത്തിൽ 2 ദിവസം മുമ്പ് വന്നൊരു വാർത്ത, മലപ്പുറം ജില്ലയിൽ വാദപ്രവാദത്തിൽ താങ്കളടക്കമുള്ള ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ മൗലീദ് ആഘോഷം ചില ഉപാധികളോടുകൂടി അംഗീകരിച്ചു എന്ന് ഒരു വാർത്തയായിട്ട് കൊടുക്കുകയും ഒരു ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി ഒരു വിശദീകരണം. സിറാജിലാണ് വന്നത് എന്ന് കൂടെ നമുക്ക് സമാധാനിക്കാം. സിറാജിൽ എന്ത് വന്നാലും നേരെ തിരിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു ഉപാധി ഉണ്ടെങ്കിലും പറ്റൂല എന്ന് പറഞ്ഞതാണ്. ഇപ്പോ ഉപാധിയോട് കൂടി പറ്റും സംഭവിച്ചു എന്നാക്കിയത്. കഴിഞ്ഞ ആഴ്ചയിൽ 29-ാം തീയതി, മാർച്ച് 29-ാം തീയതി തൃശൂർ ജില്ലയിലെ ആറ്റൂർ എന്ന സ്ഥലത്ത് വെച്ച് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഒരു വാദപ്രതിവാദം ഉണ്ടായി. അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം, ഫൈസൽ അഹ്സൻ കണ്ടത്താണി തുടങ്ങിയവരാണ് മറുഭാഗത്ത് വന്നത്. AP വിഭാഗം സുന്നികളുമായിട്ട്. ഞാനും മൂസ സ്വലാഹിയുമാണ് ഈ ഭാഗത്തുനിന്ന് പങ്കെടുത്തത്. അപ്പൊ നബിദിനാഘോഷമാണ് വിഷയം. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലും മദീനത്തേക്ക് വന്നപ്പോൾ സ്വഹാബിമാർ പാട്ടുപാടി സ്വീകരിച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങൾ തെളിവ്. അപ്പൊ ഞാൻ പറഞ്ഞു, റസൂൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാല് ഞങ്ങൾ മാലട്ട് സ്വീകരിക്കും. റസൂൽ ആറ്റൂരിലേക്ക് വരികയാണെങ്കിൽ പാട്ട് മാത്രമല്ല മാലട്ടിട്ടും നബിയെ സ്വീകരിക്കും, അതിൽ തർക്കമില്ല. അതിലല്ല അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അപ്പൊ അങ്ങോട്ട് സംഭവിച്ചു അല്ലേ നബിദിനം ആഘോഷിക്കാന്ന്. അതാണ് ഇപ്പൊ സംഭവിച്ചു എന്ന് പറഞ്ഞത്. ഏതായാലും CD റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തിറങ്ങും അല്ലേ, 13-ാം തീയതി ഇവരാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. 13-ാം തീയതി ഇൻഷാ അല്ലാഹ് അതിന്റെ CD പുറത്തിറങ്ങും. മാത്രമല്ല, സംവാദം തുടങ്ങാൻ സമയത്ത് രണ്ടു കൂട്ടരും ബൈലക്സിൽ ലൈവ് വിടാൻ തയ്യാറായി വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ബൈലക്സ് കൊടുക്കണ്ട. നമ്മൾ പറഞ്ഞു അതെന്താ കൊടുക്കുക, മനുഷ്യന്മാരെ കേട്ടോട്ടെ. അല്ല, അത് വേണ്ട, അത് കൊടുക്കണ്ടെന്നാണ്. അത് വ്യവസ്ഥയിൽ പറഞ്ഞിട്ട് ഇയാൾ കൊടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ ആ നിമിഷം വെച്ച് അവസാനം അത് ലൈവ് ഒഴിവാക്കി സംവാദം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഇവര് സുന്നിയുടെ ക്ലാസ് റൂമിൽ വെറുതെ കയറി നോക്കി. അപ്പൊ അവിടെ ഇതിന്റെ സൗണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവര് ഒന്ന് പറഞ്ഞു, അല്ല ഓല ക്ലാസ് റൂമിൽ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ആമ്പള ഫാമിന്ന് ഒരു വയറ് അറിയാതെ ജനങ്ങൾ കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ വെച്ചത് ഒരു ലൈവ് കൊടുക്കുക. അത് പറ്റൂല, എന്നാ 2 കൂട്ടരും കൊടുക്കാതെന്നാ വേണ്ട, ഒഴിവാക്കുക. എന്നിട്ട് പോലും ഒരു ലൈവ് കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇൻഷാ അല്ലാഹ് CD ഉണ്ട്. ആ വിഷയത്തിൽ ജനങ്ങൾക്ക് വിഷയം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല CD ആണ് ഇൻഷാ അല്ലാഹ് അത്. നബിദിനാഘോഷം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയം പഠിക്കാൻ ഏതൊരാൾക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല CD. അതുകൊണ്ട് അത് ഇറങ്ങണ മുമ്പ് ഇങ്ങനത്തെ ഒരു പണിയുടെ ഒപ്പിച്ചാല് അത് നല്ലതാണ്. നബിദിനാഘോഷം പറ്റുന്ന വഹാബിയോട് സമ്മതിച്ചു പറഞ്ഞാല് ഇനി എല്ലാവരും ആ CD കണ്ടോളും, അത് നല്ല കാര്യം. അപ്പൊ അങ്ങനെ തന്നെ പ്രചരിപ്പിക്കാം, എല്ലാവരും കാണട്ടെ. മാത്രം അവരോട് നമ്മൾ പറയുകയും ചെയ്തു. ഞങ്ങൾ 5 ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത്. 5 ചോദ്യം അങ്ങോട്ടും 5 ചോദ്യം ഇങ്ങോട്ടും. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് വിഷയാവതരണം അവർക്കായിരുന്നു. 20 മിനിറ്റ് വിഷയാവതരണം 2 കൂട്ടരും. അവരെ വിഷയാവതനത്തിൽ അവർ സ്ഥാപിച്ചത് നബിദിനാഘോഷം ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്. ഒരു വാദം തന്നെ അതാണ്. വിഷയാവതനം ആദ്യം കിട്ടിയിട്ട് അതിൽ തന്നെ ഒരു സ്ഥാപിച്ചതാണ് നല്ല ബിദ്അത്ത് തന്നെ. സ്വഹാബികളും താബികളൊന്നും ചെയ്തിട്ടില്ല സങ്കല്പിച്ചാലും അത് നല്ല ബിദ്അത്ത് തന്നെയാണ് എന്നാണ് അവർ സ്ഥാപിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ തർക്കം ഇപ്പോ നല്ല ബിദ്അത്താണോ ചീത്ത ബിദ്അത്താണോ എന്നാണോ തർക്കം. അതാണെങ്കിൽ കൂടുതൽ ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല. ബിദ്അത്താ നിങ്ങളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. ഇനിയിപ്പോ ബിദ്അത്തിൽ നല്ലതുണ്ടോ അല്ലാത്തതുണ്ടോ നോക്കിയാൽ മതിയല്ലോ. ആ നിലയ്ക്ക് തുടങ്ങിയത്. ചോദ്യ സമയത്ത് ഫസ്റ്റ് ചോദ്യം നമ്മൾ ചോദിച്ചത്, അവർ തെളിവോതിയിരുന്നു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. ആ ആയത്ത് വെച്ച് ഞങ്ങൾ ചോദിച്ചു, ഈ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണിക്കാമോ? ഒരു മറുപടി എന്താ അറിയോ? അല്ല വ്യക്തമായി പറഞ്ഞില്ല, പിന്നെന്താ തഫ്സീർ? പിന്നെ തഫ്സീർ ആവശ്യമില്ല, കാരണം എന്താ തഫ്സീർ ഇവിടെ ഇല്ല. രണ്ടാമത് ചോദ്യം ഉന്നയിച്ചത്, ഹിജ്റയുടെ ആദ്യ 4 നൂറ്റാണ്ടുകൾ, ആ 4 നൂറ്റാണ്ടുകളിൽ 1000-ഓളം വരുന്ന കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും കാണിക്കാൻ കഴിയുമോ? അതിന് ഉത്തരമേ ഉണ്ടായില്ല. ആവർത്തിച്ച് ചോദിച്ചു. അവസാനം അവർ പറഞ്ഞു, ഇബ്നു ഹിഷാമിന്റെ സീറയിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു അത് കളവാണ്, ഇബ്നു ഹിഷാമിന്റെ സീറയിലില്ല. അത് നിങ്ങൾ കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വൽ ഞങ്ങളുണ്ടാവും, നിങ്ങളൊപ്പം ആഘോഷിക്കാന്നാണ്. അവസാനം വരെ നമ്മൾ പിന്നാലെ കൂടി, പിന്നെ മിണ്ടിയില്ല. ഓരോ ചാൻസിലും ഞങ്ങൾ പറഞ്ഞു, ഇബ്നു ഹിഷാമിന്റെ സീറയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു,
ഒന്നുകിൽ അത് കളവാന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ കാണിച്ചരണം. പക്ഷെ മിണ്ടീല. ഇങ്ങനെയാണ് ആ സംവാദം മുന്നോട്ട് പോയത്. അവർ ഇങ്ങോട്ട് ചോദിക്കാനുള്ള അഞ്ച് സമയത്ത് ചോദിച്ചെന്താ? ഒന്ന്, നിങ്ങൾ തസ്ബീഹ് ചൊല്ലണില്ലേ, അത് വിദഅത്തല്ലേ? 2, സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, അത് വിദഅത്തല്ലേ? 3, ഉമർ ഖത്താബ് തറാവീഹ് ജമാഅത്തായി നടപ്പാക്കിയില്ലേ, അത് വിദഅത്തല്ലേ? 4, ഉസ്മാൻ അഫ്ഫാൻ 2 ബാങ്ക് കൊടുത്തില്ലേ, അത് വിദഅത്തല്ലേ? ഇതാണ് ഓരോ ചോദ്യം. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചോദ്യമില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ച 5 ചോദ്യവും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിഷയാധിഷ്ഠിതമായിട്ട് ഒന്നിന് പോലും മര്യാദയ്ക്ക് ഉത്തരം പറയാൻ പോലും സാധിച്ചില്ല. 5ാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു, ഞങ്ങൾ അവസാനത്തെ ചോദ്യം ഞങ്ങൾക്ക് വേണ്ടിയല്ല, അത് വല്ലപ്പുഴക്കാർക്ക് വേണ്ടിയാണ്. കാരണം പണ്ട് വല്ലപ്പുഴയിൽ നിങ്ങൾ പറഞ്ഞു 5 മൗലിദേ ഇപ്പോൾ പറയാൻ പറ്റൂ, ബാക്കി പരിശോധിച്ച് പറയാം. ആ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 6ാമത്തെ മൗലിദ് ഏതാണ് എന്നാ ചോദ്യം. ആ ചോദ്യമേ ഒരു കേട്ടില്ല. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു വല്ലപ്പുഴക്കാർക്ക് വേണ്ടിയാ. അവർ 4-5 കൊല്ലം അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശോധന പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് ഒന്ന് പുറത്തു വിടുകയാണ്. അങ്ങനത്തെ ചോദ്യമേ കേൾക്കാത്ത ഭാവത്തിൽ അവര് പോവുകയാണ് ചെയ്തത്. അപ്പൊ ആ CD ഇറങ്ങിയാൽ ക്ഷീണമാകും എന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് മുമ്പ് ഇങ്ങനെ 1-2 വെടിയാണ്ട് പൊട്ടിച്ചാൽ അതിലൂടെ മറിച്ചിടാൻ പറ്റുമെന്ന് ധരിക്കുന്നത്. ഓരങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചോട്ട് നല്ലതാണ്. പറഞ്ഞ മനുഷ്യന്മാരുടെ പറയും ശരി, അങ്ങനെ ഞാനും കേട്ടു, നമുക്ക് ഒന്നിച്ച് ആ CD ഒന്ന് കേൾക്കാന്ന് പറയാം. ഞങ്ങളും കേട്ടു, അങ്ങനെ ആ CD ഒന്നിച്ച് കേൾക്കുക എന്നവരോട് പറയുക. ആ CD പരമാവധി നമ്മൾ അത്തരം ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക.